ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പിൻഗാമിയായി വരാൻ നിനക്ക് താല്പര്യമുണ്ടോ? സാർ എന്തൊക്കെയാ ഈ പറയുന്നത്? സാറിന് എന്തെങ്കിലും പറ്റുമോ? അയ്യോ, എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. സർ, ഞാൻ സാറിന്റെ മരുമകനായത് പിന്നീടാണ്. അതിനു മുമ്പും ഇപ്പോഴും ഞാൻ സാറിന്റെ നിഴല് തന്നെയാ. നിഴൽ. എനിക്ക് സാറില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അങ്ങനെ എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തും ജീവിച്ചിരിക്കാൻ പറ്റൂ രാജു. ഓരോരുത്തർക്കും ഓരോ കാലമുണ്ട്. ദൈവം അനുവദിച്ചു തരുന്ന കാലം. ഞാൻ ഒരിക്കലും സാറിരുന്ന കസേരയിൽ കയറിയിരിക്കില്ല. അങ്ങനെ സാറിന്റെ പിൻഗാമിയാവാൻ എനിക്ക് ഒരു ആഗ്രഹവുമില്ല. സാർ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മാനസപുത്രൻ. എനിക്ക് അതായ മാത്രം മതി. സാറിന് എന്തോ ഒരു നിരാശ പിടികൂടിയിട്ടുണ്ട്. അതാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതും പറയുന്നു. സാറിന് ഇനി ഒരു വലിയ രാഷ്ട്രീയ ജീവിതമുണ്ട്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സാറിന് പലതും ചെയ്യാനുമുണ്ട്. എന്താ സാർ ഇങ്ങനെ ചിന്തിക്കുന്ന? ഒന്നുമില്ല രാജു. പൊളിറ്റിക്സ് തെമ്മാടികളുടെ അഭയകേന്ദ്രമാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ആ ധാരണകളെല്ലാം മാറ്റി എഴുതിയ മഹാദേവ വർമ്മ സാറിന്റെ പിൻഗാമിയായി ഞാൻ വന്നു. എന്റെ ഈ കൈകള് ഈ നിമിഷം വരെ പരിശുദ്ധ. എന്റെ പിൻഗാമിയായി നീ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചെന്ന് മാത്രം. ഇത് സ്വസ്ഥത നഷ്ടപ്പെടുന്ന ജോലി കൂടിയാ. അതുകൊണ്ട് നിന്നെ ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല. നീയെങ്കിലും സമാധാനത്തോടെ ജീവിക്കുക. എനിക്ക് ഈ ജീവിതത്തിൽ ഒരേ ഒരു ദാരിദ്ര്യമേ ഉണ്ടായിരുന്നുള്ളൂ, സമാധാനത്തിന്റെ ദാരിദ്ര്യം. സാർ, പക്ഷെ മോനെ, ഒരിക്കൽ ഞാൻ ഇല്ലാതായാൽ എന്റെ പേരിന് കളങ്കപ്പെടുന്ന ഒന്നും നീ ആരെ കൊണ്ടും ചെയ്യിക്കരുത്. ഇല്ല. മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഉണ്ടെങ്കിൽ അവിടെ ഞാൻ വിഷമിക്കേണ്ടി വരരുത്. മനഃപൂർവ്വം ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഞാൻ കാരണം മനസ്സറിയാതെ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വിധിയാ. സാറിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്താ അത്? അകലെ